2025 രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തച്ചാനി ന്യൂഡൽഹിയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാനാണ് നിലവിലെ സന്ദർശനം. ഇന്ത്യയുമായി ബന്ധം സ്ഥാപിക്കാൻ ലോക നേതാക്കൾ ഇന്ന് ക്യൂവാണ്. ഇതെല്ലാം മോദിയുടെ നയതന്ത്ര വിജയമാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതായി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തച്ചാനിക്ക് ഊഷ്മളമായ സ്വാഗതം. 2025 രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. വാണിജ്യപരമായ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇന്ത്യ ഇറ്റലി ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അന്റോണിയോയുടെ സന്ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി തലസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തും. നാളെ ഔദ്യോഗിക പരിപാടികൾക്കായി മുംബൈയിലേക്ക് തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന 80ാമത് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിലാണ് അന്റോണിയോയും ജയശങ്കറും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. അന്ന് ഉഭയകക്ഷി സഹകരണത്തെ പറ്റി വിശദമായ ചർച്ചകൾ നടത്തുകയും നിരവധി മേഖലകളിലെ വികസനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുൻപോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. 1947 ഇന്ത്യയും ഇറ്റലിയും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. വളരുന്ന സാമ്പത്തിക ഇടപെടലിലൂടെയും വ്യത്യസ്ത സംരംഭങ്ങളിലൂടെയും രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ഇന്നും അതുപോലെ തുടർന്നു പോരുന്നു. നവംബർ 23 ജോഹന്നാസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, നവീകരണം, AI, ബഹിരാകാശം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിയാർജിക്കുകയാണ്. ഇത് രാജ്യത്തിനും ജനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സിൽ കുറിച്ചിരുന്നു. ഭീകരവാദ ധനസഹായത്തിനെതിരെ പോരാടുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന്റെ പ്രഖ്യാപനവും ചർച്ചയിൽ നടന്നു. ഭീകരവാദത്തിനുള്ള ധനസഹായത്തിനെതിരെ പോരാടുന്നതിനുള്ള സഹകരണത്തിനായി ഇന്ത്യയും ഇറ്റലിയും ഒരു സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചിരുന്നു. ഇത് അത്യാവശ്യമായും സമയബന്ധിതമാണ്. ഇത് മനുഷ്യ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. അതേസമയം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ പുരാതന കാലം മുതൽക്കുള്ള ശക്തമായ വ്യാപാര സംസ്കാര ബന്ധങ്ങളുണ്ട്. ഇത് ക്ലാസിക്കൽ ഭാഷകളിലെ സമാനതകളിലൂടെയും മാർക്കോ പോളോ പോലുള്ള സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിലൂടെയും വ്യക്തമാകുന്നുണ്ട്. ഇന്ന് സാമ്പത്തിക സഹകരണം, ഊർജ്ജം, പ്രതിരോധം എന്നിവ പ്രധാന മേഖലകളാണ്. ഇറ്റലി യൂറോപ്പിലെ ഒരു പ്രധാന പങ്കാളിയായി ഇന്ത്യക്ക് നിലകൊള്ളുന്നുണ്ട്. ഇരു രാജ്യങ്ങളും എംബസികളും കോൺസുലേറ്റുകളുമുണ്ട്. കൂടാതെ G7 പോലുള്ള വേദികളിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.